ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കണക്കായി മുന്നായിട്ട് നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാമ്പഴം വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള മാമ്പഴം വേണം ഇതുപോലെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാമ്പഴം നന്നായിട്ടൊന്ന് വെന്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം നിറച്ചാണ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇത് വെന്തിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു മാമ്പഴം ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചിട്ട് എടുക്കാൻ. അല്ലെങ്കിൽ ഈ ഒരു മാമ്പഴത്തിൻ്റെ എല്ലാ ഭാഗം വെന്തിട്ടും വരില്ല, പിന്നെ അടിക്കൊക്കെ പിടിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ജീരകമാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമല്ല, അതാണ്. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ ഈ ഒരു തേങ്ങ നമ്മൾ അരച്ചിട്ടെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴത്തെ നന്നായിട്ട് തന്നെ വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു മാമ്പഴം നന്നായിട്ട് വെന്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക്. ഇതിന് പകരം ചിലർ പഞ്ചസാര ഒക്കെ ചേർക്കണത് കാണാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി, ചെറിയൊരു കഷ്ണം മാത്രം മതി. ശർക്കര ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നന്നായിട്ട് തന്നെ തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ
നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്വാദുള്ളൊരു പുളിശ്ശേരിയാണ്. തീർച്ചയായിട്ടും ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്